പി എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നടന്ന കഴിഞ്ഞ 31-ാം തീയതി നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്നത്. അതായത് 31-ാം തീയതി CV സൂപ്പിയുടെ വീട്ടിൽ രാത്രി 2:30 മണിക്ക് സൂപ്പിയുടെ മകളുടെ ഭർത്താവ് മുഹമ്മദ് അലി കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളാണ്. വീട്ടിൽ കയറുകയും വീട് ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ CCTV ഉൾപ്പെടെയുള്ള വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല സൂഫിയുടെ മകളെയും കുടുംബത്തെയും സൂഫിയെയും വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടാണ് പ്രതി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പ്രസ്തുത ദിവസം തന്നെ തിരുവനന്തപുരം പോലീസിൽ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുകയും പോലീസ് വരികയും പോലീസ് വന്ന് പിറ്റേ ദിവസം പോയി. പക്ഷേ ഈ സംഭവത്തിന് ശേഷവും പ്രതി മുഹമ്മദ് അലി സൂഫിയുടെ മകളെ വിളിച്ച്, അതായത് അദ്ദേഹം സൂഫിയുടെ ഭാര്യയെ വിളിച്ച് നിങ്ങളെ കുടുംബത്തെ ഞാൻ തകർത്ത് കളയും, ഭാര്യയെയും മക്കളെയൊക്കെ ഞാൻ കൊന്നു കളയുമെന്ന് നിരന്തരം ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത വിവരങ്ങളൊക്കെ തന്നെ സൂഫിയുടെ മകളും സൂഫിയും പോലീസ് സ്റ്റേഷൻ രേഖാമൂലവും അല്ലാതെയും വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയും ഈ വന്ന മെസ്സേജൊക്കെ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് പ്രതിയെ പിടിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിയെ പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനുശേഷമാണ് 18-ാം തീയതി രാത്രി 9 മണിക്ക് ഇദ്ദേഹം വാഹനം വീടിൻ്റെ മുന്നിൽ നിർത്തി വീട്ടിൽ കയറി വരികയും ഈ വാതിൽ തുറക്കണം, എനിക്ക് മക്കളെ കാണുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ വീട്ടുകാർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. കാരണം പ്രതി MDMAക്ക് അഡിക്റ്റാണ് എന്നുള്ള ബോധ്യം വീട്ടുകാർക്ക് അറിയുന്നത് കൊണ്ട് വധിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് കൊണ്ട് തുറക്കാണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഇദ്ദേഹം വാളുമായി വീട്ടിൽ മകളെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ സൂഫിയുടെ അനുജൻ CV ഹമീദ് ഇയാളെ പുറകിൽ കൂടി പിടിക്കുകയും ചെയ്തു വധിക്കാൻ ശ്രമിച്ചപ്പോൾ. ആ സമയത്താണ് ഇദ്ദേഹം കത്തിയെടുത്ത് അദ്ദേഹത്തെ കുത്തുകയും ചെയ്തത്. ഇതിനുശേഷവും ഇന്ന് 18-ാം തീയതി നടന്ന സംഭവത്തിന് 23-ാം തീയതിയായി. ഇതുവരെ പ്രതിയെ പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഹമീദിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുകയാണ്. ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയി ഹമീദിൻ്റെ വീട്ടുകാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം 3 സർജറി അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി ഒരു സർജറി കൂടി വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് കുറയുന്ന ഒരു അസുഖം വന്നിട്ടുണ്ട്. എന്തോ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം നേരിടുന്ന ഒരു കുടുംബം ഒരു പക്ഷേ വളരെ അപൂർവമായിരിക്കും. എൻ്റെ നാട്ടിൽ കിഴക്കൻ പേരാമ്പ്രയെ സംബന്ധിച്ചും വളരെ അപൂർവമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 18-ാം തീയതിക്ക് ശേഷം 23-ാം തീയതി വരെ ആയതിന് 10 ലക്ഷം രൂപ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെലവഴിച്ചിരിക്കുകയാണ്. ഇനിയും ഇത്രയും കൂടി ചെലവഴിക്കേണ്ടി വരുമെന്നാണ് അവർ ധരിക്കുന്നത്. എന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ കുത്തുമായി ബന്ധപ്പെട്ടുണ്ടായ അസുഖം ഈ കുടലിന് കുത്തു സംഭവിച്ചിട്ടുണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥ നേരിടുമ്പോഴും ഇവരെ പിടിക്കാൻ പോലീസിന് സാധിക്കാത്തത് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ്. ഈ ആക്ഷൻ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതാധികാരികൾക്ക് പരാതി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പൊതുയോഗങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഈ ആക്ഷൻ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെടുത്ത് ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിനി പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. 6-ാം വാർഡ് മെമ്പർ രവിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ ഈ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ കൂത്താളി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുഃഖകരമായ നമ്മുടെ പ്രദേശത്തുള്ള അവസ്ഥ 5, 6, 7 പ്രദേശങ്ങൾ കൂടിയ പ്രദേശത്ത് താമസിക്കുന്ന CV സൂപ്പിയുടെ കുടുംബത്തിനുണ്ടായ അവസ്ഥ വളരെ പരിതാപകരമാണ്. മകളെ കെട്ടിച്ചു കൊടുത്ത ഒരാളാണ് ഈ വീട്ടിൽ കയറി 2 ആഴ്ചകൾക്ക് മുമ്പ് വീടിൻ്റെ ഗേറ്റ് തകർത്തു, വീട് തകർത്തു, ആ കേസ് കൊടുത്തു. എന്നിട്ട് ആ കേസും ഒന്നും ഇതുവരെ ചാർജ് ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് പിന്നെയും ഈ പ്രതി ഇവിടെ വരികയും പിന്നെയും ആക്രമിക്കുന്നു, വണ്ടിയെല്ലാമായിട്ട് വന്നിട്ട്. അപ്പോൾ പോലീസിൻ്റെ ഒരു നിഷ്ക്രിയാവസ്ഥ മനസ്സിലാക്കണം. ഈ പ്രതി നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് MDMA എല്ലാം ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പലതിലും നിന്ന് പറയുന്നു. ഇരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ഇടപെടുകയും അതുപോലെ തന്നെ ഈ കുടുംബത്തെ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന്
പിന്നെ നിങ്ങളോടും അതുപോലെ നിങ്ങളുടെ സഹകരണം എല്ലാം തേടുകയാണ്. 2 മണിക്ക് വന്നിട്ടാണ് ഇങ്ങനെ ഒരു അക്രമം നടത്തുന്നത്. അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും 10-22 ദിവസം ഇപ്പോൾ ആയി ഓൾറെഡി. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടികളും എന്താക്കിയില്ല, എടുത്തില്ല. അതിന് ശേഷമാണ് 22 ദിവസം പോലീസുകാർ തപ്പുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രതിയാണ് ഡയറക്റ്റ് വീട്ടിലേക്ക് കയറി വരുന്നത് 9 മണിക്ക്. അവർ തപ്പുന്നുണ്ട്, ഞങ്ങൾ പിടിക്കും ഇതാക്കും എന്നെല്ലാം പറയുന്ന പ്രതിയാണ് 9 മണിക്ക് വീട്ടിലേക്ക് കയറി വന്നിട്ട് ഈ അക്രമം നടത്തുന്നത്. ഇപ്പം ഇത് നടത്തിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ 5 ദിവസം 6 ദിവസത്തിൻ്റെ അടുത്തായി. ഇതുവരെ അതിനുള്ള ഒരു തുമ്പും എന്തെങ്കിലും അവർ കണ്ടെത്തിക്കും ഇല്ലാതാക്കിക്കും ഒന്നുമില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുപ്പത് നല്ല മുത്താപ്പ വാപ്പാൻ്റെ ഏട്ടൻ വളരെ ഗുരുതരാവസ്ഥയിലാണ് മുപ്പത് ഇതിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ വിളിക്കുമ്പോൾ എല്ലാം അവർ പറഞ്ഞ ആൾ നോക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊരു ഇതോ ഒന്നും അതിൽ പറ്റിയതാണ് നിൽക്കുന്നില്ല. അതാണ് അവസ്ഥ. പിന്നെ ഇതിൽ ഈ കുട്ടീനെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സംഭവത്തിന് ശേഷം അവിടെ വാഹനങ്ങൾ നിർത്തിയിടുകയും ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് ഇപ്പം ഭയത്തോടു കൂടിയാണ് അവർക്കൊരു സംരക്ഷണം കൂടി ആവശ്യപ്പെടുകയാണ്. പോലീസിൻ്റെ ഭാഗത്ത് സംരക്ഷണം ഓൾറെഡി കൊല്ലും എന്നുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഇത് അതിൻ്റെ 2 ദിവസം മുമ്പ് ഓൾറെഡി എന്തുണ്ട് വെച്ചാൽ ഇങ്ങനെ കൊല്ലും ഇതാക്കും എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു.